നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉൽപ്പത്തി എന്ന 11-ാമത്തെ ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാകുന്നു. നമുക്കാദ്യം ശ്ലോകം പഠിക്കാം. വൈകുണ്ഠലോകാനുചിത പ്രജേഷ്ഠൗ കഷ്ഠൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്ത്വിതി നേമദുസ്ഥാൻ. ഇനി പ്രസ്തുത പദച്ഛേദം ശ്രദ്ധിക്കുക. വൈകുണ്ഠലോകാനുചിത പ്രജേഷ്ഠൗ കഷ്ഠൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതി നഹ അസ്തു ഇതി നേമദുഹു താൻ. ഇനി അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. വൈകുണ്ഠലോകാനുചിത പ്രജേഷ്ഠൗ കഷ്ഠൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ നഹ ഹരിസ്മൃതി അസ്തു ഇതി താൻ നേമദുഹു. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. അത്യധികം പരിശുദ്ധമായ വൈകുണ്ഠലോകത്തിന് അനുചിതമായ പ്രവർത്തികൾ ചെയ്യുന്ന ക്രൂരന്മാരായ നിങ്ങൾ അസുരന്മാരായി ഭവിക്കട്ടെ എന്ന് ദ്വാരപാലകരായ ജയവിജയന്മാരെ സനകാദി മുനികൾ ശപിക്കുന്നു. ഇപ്രകാരം ശപിക്കപ്പെട്ട ജയവിജയന്മാർ തങ്ങളുടെ ഏക ആശ്രയമായ അങ്ങയെ ഭഗവാനെ എപ്പോഴും ഓർമ്മിക്കാനുള്ള അവസരം ലഭിക്കാൻ വേണ്ടി സനകാദികളായ മഹർഷിമാരെ നമസ്കരിച്ചുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാകുന്നു ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.